കേരളത്തിൽ ഇത്രയും വലിയൊരു കെട്ടിടം പൊളിക്കുന്നത് പലരും അറിഞ്ഞിട്ടില്ല. എന്നാൽ കേരളത്തിന് പല ജില്ലകളിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ സങ്കടമുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് വലിയൊരു സന്തോഷവും നൽകുന്നുണ്ട്. ആ സന്തോഷം എന്താണെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് എന്തായിരിക്കും എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇത് വരുന്നത് ROVER യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാനോ മറന്നുപോകല്ലേ. ഇന്ന് ROVER ഉള്ളത് കാലിക്കറ്റിനടുത്ത് ഫറോക്കിലാണ്. ഫറോക്കിലുള്ള ഒരു വലിയൊരു കമ്പനിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് 1878 സ്ഥാപിതമായിട്ടുള്ള കാലിക്കറ്റ് ടൈൽ എന്ന് പറയുന്ന വലിയൊരു കമ്പനിയിൽ 8 ഏക്കറോളം വരുന്ന വലിയൊരു കമ്പനിയാണ്. വലിയൊരു പ്രദേശത്താണ് ഇത് കമ്പനി പ്രവർത്തിക്കുന്നത്. 140 വർഷത്തിന് മുകളിൽ പ്രവർത്തനമുള്ള ഒരു കമ്പനി. പക്ഷെ എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ കമ്പനിയുടെ പ്രവർത്തനം കാണിച്ചു തരാൻ വേണ്ടിയില്ല. ഞാൻ ഇന്നുവരെ ചെയ്ത എല്ലാ വീഡിയോസും സംരംഭങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ചെറിയൊരു സങ്കടമുണ്ട്, പക്ഷെ അതിലുപരിയായിട്ട് വലിയൊരു സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് സങ്കടം എന്ന് പറയുന്നത് ഈ ഒരു വലിയൊരു കമ്പനി ഇന്ന് ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് സന്തോഷം ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പൊളിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള സഹായകരവും കൂടിയാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളതും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും. ഇവിടുന്ന് പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഓടായിക്കോട്ടെ, ഇഷ്ടിക ആയിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു പൈസക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. ആ ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള, നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് പർച്ചേസ് ചെയ്യാനുള്ളത്, അതായത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തതുകൊണ്ട്, അതായത് പൊളിഞ്ഞത് പൊട്ടിയതും ഒക്കെ ഇതിൽ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ച് സെലക്ട് ചെയ്തെടുക്കാനും കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് സാധിക്കും. അതിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഓടുകളുടെ ഒരു കളക്ഷനാണ് കേട്ടോ. ഓടുകൾ നമുക്ക് പുതിയതും ഉണ്ട്, അതേപോലെ തന്നെ പഴയതൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പഴയതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പഴയത് തന്നെ നല്ല രീതിയിലുള്ള ഓടുകളാണ് ഇവിടെ ഉള്ളത്. അത് നമുക്കൊന്ന് പോളിഷ് ചെയ്യുക, ഒന്ന് പെയിന്റ് ഒക്കെ ചെയ്തെടുത്താൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓടുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ നമുക്ക് ഡബിൾ ഗ്രൂവും സിംഗിൾ ഗ്രൂവും ഒക്കെ വരുന്നുണ്ട്. ഡബിൾ ഗ്രൂവ് എന്ന് പറയുമ്പോൾ നമുക്ക് നാടൻ ഭാഷയിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലൊക്കെ പറയുന്നത് ഡബിൾ പാത്തി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. മറ്റുള്ള ജില്ലകളിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ആ ഡബിൾ ഗ്രൂവും അതേപോലെ സിംഗിൾ ഗ്രൂവും ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പുതിയതും പഴയതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഏതാണോ നമ്മളെ പ്രൈസ് അഫോർഡബിൾ ആകുന്നത്, നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ നിങ്ങളുടെ സാമ്പത്തികം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും. അതും സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം, അത് പൊട്ടലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ട് സമയം എടുത്ത് സെലക്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഓരോ ഉൽപ്പന്നവും, അത് ഇഷ്ടികയാവാം, ഓടാവാം, മരങ്ങളാവാം, എന്തും നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് സമയം എടുത്ത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത നമ്മൾ കടക്കാൻ പോകുന്നത് വെന്റിലേറ്റർ ബ്രിക്സിലേക്കാണ്. വെന്റിലേറ്റർ ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാലിന്ന് നമുക്കറിയാം. പഴയ കാലത്ത് നമുക്ക് വെന്റിലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചതായിരുന്നു ജാലികൾ എന്ന് പറയുന്നത്. അത് പല രീതിയിലുള്ള ജാലികൾ ഇവിടെ നമുക്ക് വെന്റിലേറ്റർ ബ്രിക്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇന്നും ഒത്തിരി ആളുകൾ ഒത്തിരി വീടുകളിൽ അതുപോലെ സ്ഥാപനങ്ങളിലൊക്കെ ഈ വെന്റിലേറ്റർ ബ്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഈ വെന്റിലേറ്റർ ബ്രിക്സും സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സീലിംഗ് ടൈലാണ് കേട്ടോ. സീലിംഗ് ടൈൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൻ്റെ മുകളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് സീലിംഗ് ടൈൽ എന്ന് പറയുന്നത്. ഞാനിവിടെ വന്നപ്പം വലിയ രീതിയിൽ ഇവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് സീലിംഗ് ടൈല്. ഈ സീലിംഗ് ടൈലും നല്ല അടിപൊളിയായിട്ടുള്ള സീലിംഗ് ടൈലാണ് ഇവിടെ ഉള്ളത്. ഇതും നമുക്ക് പൊട്ടലും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ സീലിംഗ് ആണ്, നമുക്ക് ഏതൊക്കെ ടൈലാണ് നമുക്ക് ആവശ്യമുള്ളത്, ആ സീലിംഗ് ടൈല് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് സമയം എടുത്ത് നമ്മൾ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. നമുക്ക് ലോസ് വരുന്നൊരു കാര്യം വരുന്നില്ല. അതുമാത്രമല്ല വിലയിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ലോറികൾ വന്നിട്ട് ഈ രീതിയിൽ ലോഡ് ചെയ്തിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്പീഡായിട്ട് വലിയ രീതിയിൽ തന്നെ ഇവിടുന്ന് ആളുകൾ ഈ പറയുന്ന ടൈലുകളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടൈലർ ടൈലൊന്നും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു കാലത്ത് നന്നായിട്ട് ഉപയോഗിച്ചിരുന്ന ടൈലർ ടൈൽ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിലെ ടൈലുകളും അതും ഇവിടെ വലിയ രീതിയിലൊരു കളക്ഷൻ ഇവിടെ ഉണ്ട്. അടുത്തത് ഹോളോ ഹൂർഡി ബ്രിക്സിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഹൂർഡീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ നാടൻ ഭാഷയിൽ കണ്ണൂർ ജില്ലയിലൊക്കെ പറയുന്നതൊക്കെ കുരുഡീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഹൂർഡി ബ്രിക്സ് വരുന്നത് പല സൈസിലും വരുന്നുണ്ട്, പല നീളത്തിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് 1.5 അടി വരുന്നുണ്ട്, 2 അടി വേണമെങ്കിൽ അതുണ്ട്, അതേപോലെ തന്നെ 2.5 അടിയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് അതേപോലെ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് എന്തായിരിക്കും എന്നുള്ളൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇത് വരുന്നത് നമ്മൾ ഓടുകൾ ഉണ്ടാക്കുന്ന അച്ചുകളുണ്ടല്ലോ, ആ അച്ചുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഓൾറെഡി ഉണ്ട്. പല കമ്പനിക്കാർക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് ഈ അച്ചുകൾ എന്ന് പറയുന്നത്. കാരണം ഇന്നും ഓടുകൾ ഉണ്ടാക്കുന്ന പല കമ്പനിയും ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. അവർക്കൊക്കെ പർച്ചേസ് ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിട്ട്
ഒത്തിരി കമ്പനികൾ ഇത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും ഒത്തിരി കളക്ഷൻ ഇവിടെ ഓൾറെഡി നമുക്ക് ലഭിക്കും. ഇഷ്ടികയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പഴയ കാലത്തുള്ള കളിമണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ച ഇഷ്ടികയാണ് കേട്ടോ. അതും സൈസിലും നമുക്ക് ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ കാണുന്ന ഇഷ്ടികകൾക്ക്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഈ 8 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും ഒരു 90% നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടിക കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ നിർമ്മിതിയും വരുന്നത്. അത് കെട്ടിടങ്ങളാവാം, അതേപോലെ തന്നെ ചിമ്മിണി ആവാം. ചിമ്മിണിയൊക്കെ വലിയ ഹൈറ്റുള്ള ചിമ്മിണിയാണ് വരുന്നത്. അതൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇനിയും ഇവിടുന്ന് ഇത് പൊളിച്ച് തീരണമെങ്കിൽ ഒരു വർഷത്തിൻ്റെ മേലെ പൊളിച്ചാൽ തീരാത്ത അത്രയും കെട്ടിടങ്ങളും ചിമ്മിണിയും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഇഷ്ടിക നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. അതിൻ്റെ സൈഡ് പൊട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊട്ടൊക്കെ ഉണ്ടാകും. കാരണം ഇത് പൊളിച്ചെടുക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ പൊട്ടൊക്കെ ഉണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന പൊട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ രീതിയിലുള്ള പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഇഷ്ടിക നമുക്കൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ ചൂളയിൽ കിടക്കുന്ന ഇഷ്ടിക, വർഷങ്ങളോളം ചൂളയിൽ കിടന്ന് വന്നിട്ടുള്ള പഴുപ്പിച്ചെടുത്തിട്ടുള്ള ആ ഇഷ്ടിക നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കിതിനെ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മരങ്ങളുടെ ഒരു ശേഖരം. മരങ്ങൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് ഉപയോഗിച്ച 3 തരം മരങ്ങളാണെന്നാണ് അറിയാൻ പറ്റിയുള്ളത്. ഇരുള്, അതേപോലെ തന്നെ കരിമരുത്, വെണ്ടേക്ക് എന്ന് പറയുന്ന ഈ 3 വിഭാഗത്തിലുള്ള മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ചതെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. മരങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ബീം സൈസ്, വലിയ സൈസുള്ള മരങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അത് നമുക്ക് പിന്നെ അത് ഈർന്നെടുത്താൽ മതി. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ മച്ച് ചെയ്തിരിക്കുന്നത് വീടുകളിൽ അല്ലെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങളിൽ മച്ച് ചെയ്തിരിക്കുന്നത് മരങ്ങൾ വെച്ചിട്ടാണ്. ബീം കൊടുത്ത് അതുപോലെ കഴുക്കോൽ കൊടുത്ത് പട്ടിയൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് നമ്മൾ കൂടുതലും കോൺക്രീറ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ബീം സൈസിലുള്ള ആ മരങ്ങൾ നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ പട്ടിക വേണമെങ്കിൽ നമുക്ക് പട്ടിക ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. പട്ടിക ഒത്തിരി ഉണ്ട്, നമുക്ക് ആ രീതിയിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. കഴുക്കോലും ഇവിടെ വരുന്നുണ്ട്. കഴുക്കോലും നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് കഴുക്കോലും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇവിടെ വരുന്ന ഈ ബീം സൈസുള്ള മരങ്ങളുണ്ടല്ലോ, ആ വലിയ സൈസ് വരുന്ന മരങ്ങൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഈർന്നെടുക്കാനും പറ്റും. ഏറ്റവും വലിയൊരു സൗകര്യമുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ അത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ കമ്പനിയുടെ ഉൾവശത്ത് തന്നെ പ്രത്യേകമായിട്ടൊരു മില്ല് വരുന്നുണ്ട്. ആ മില്ലിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ആശാരി നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. അതിൻ്റെ സൈസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അളവൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ അളവ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾ ആ ബീം എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ബീം എടുത്തിട്ട് അത് ഇവിടുന്ന് ഈർന്നെടുത്ത് നമ്മളിപ്പോൾ ഒരു മരം സെലക്ട് ചെയ്ത് അത് ഈർന്നെടുത്തതിന് ശേഷം അതിനെന്തെങ്കിലും പ്രയാസങ്ങൾ, വലിയ പ്രയാസമുള്ള രീതിയിലുള്ള ഡാമേജ് ഒക്കെ അതിനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റിയിട്ട് അടുത്ത മരം എടുത്ത് നിങ്ങൾക്ക് ഈർന്നെടുക്കാം. ആ രീതിയിലുള്ള സൗകര്യമൊക്കെ ഇവിടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അതായത് നമ്മൾ മരത്തിൻ്റെ ഒരു വില കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വണ്ടിയുടെ ഒരു കൂലി മാത്രം, അതിൻ്റെ ഒരു ചാർജ് മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റൊരു മില്ലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഈർന്നെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ഇവിടെ നമ്മൾ ആവശ്യത്തിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ കുറേ മെഷീൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒത്തിരി മെഷീൻസ് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി പല കമ്പനിയും വന്നിട്ട് പല രീതിയിലുള്ള പർച്ചേസ് ഓൾറെഡി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മെഷീൻസ് ചെറിയ ഭാഗങ്ങളൊക്കെ ഇവിടെ ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഇരുമ്പുകൾ, വലിയ രീതിയിലുള്ള പഴയ ഇരുമ്പുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് വന്നിട്ട് ഈ ഇരുമ്പുകളൊക്കെ, പഴയ ഇരുമ്പുകളൊക്കെ എടുക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പല വില്ലകളിലേക്ക് വേണ്ടിയുള്ള പർച്ചേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ എടുക്കുന്ന വില്ലകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടേക്ക് വേണ്ട പുതിയ പുതിയ ലോഡുകളൊക്കെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കേരളത്തിൽ വലിയ രീതിയിൽ ഇത് അറിയാൻ തുടങ്ങിയിട്ടില്ല. എന്നാൽ പോലും ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഇവിടെ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്നിട്ട് ലോഡുകൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു ഏരിയ തന്നെ ഇനിയും പൊളിക്കാനുണ്ട്. മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒത്തിരി സാധാരണക്കാർക്ക് വലിയൊരു സഹായകരമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ വരുന്നത്. അത് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. റേറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള റേറ്റ് പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത്, അതേപോലെ നിങ്ങൾ ഏതൊക്കെയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എല്ലാത്തിനും വില വ്യത്യാസം വരുന്നുണ്ട്. പുറമേ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റിൽ ഡിസ്കൗണ്ട് കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം മാക്സിമം എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ച് തീർക്കാൻ തന്നെയാണ് ഇവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നല്ല റേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് എല്ലാം കൊണ്ടും തൃപ്തിയായ മാത്രം നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് അത് വന്നിട്ട് പർച്ചേസും ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മഴയുടെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാവരുടെയും ഇറങ്ങിച്ചെല്ലാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ കണ്ടെടുത്തോളം നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അത് ഓടാണെങ്കിലും ഇഷ്ടികയാണെങ്കിലും മരമാണെങ്കിലും എന്താണെങ്കിലും, നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇത്രയാണ് ഇവിടുത്തെ മൊത്തം വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്പർ എന്താ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിച്ചു നോക്കുക. ഓക്കെ, അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.